ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അർഹതപ്പെട്ട ജനതയ്ക്ക് സംവരണം ഉറപ്പാക്കുമെന്നും മതസംവരണം തടയുന്നതും അടക്കമുള്ള 11 പ്രതിജ്ഞകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ലോക്സഭയിൽ 1.25 മണിക്കൂറോളം നീണ്ട ഭരണഘടനാ ചർച്ച അവസാനിപ്പിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു നരേന്ദ്രമോദി ഈ വിഷയം പറഞ്ഞത്. സർക്കാരും പൗരന്മാരും അവരുടെ കടമകൾ പൂർണ്ണമായും നിർവഹിക്കണം. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം, നിയമങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുക, കൊളോണിയൽ കാല ചിന്തകളിൽ നിന്നും മോചനവും, സമ്പന്നമായ പൈതൃകത്തിലും സംസ്കാരത്തിലുമുള്ള അഭിമാനവും, രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിൽ നിന്ന് മോചനം, ഭരണഘടനയെ ബഹുമാനിക്കുക, രാഷ്ട്രീയ അവസരവാദത്തിന് ഭരണഘടനയെ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക, നാരീ കേന്ദ്രീകൃത വികസനം, പ്രാദേശികവാദത്തെക്കാൾ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുക, ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സങ്കല്പത്തിനായി പ്രവർത്തിക്കുക. ഇങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ പ്രതിജ്ഞകൾ. കേന്ദ്രമന്ത്രി മുന്നോട്ട് വെച്ച 2047 സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ ഭാരതം വികസിത രാജ്യമായി മാറുന്നതിന് ഇത് ഓരോരുത്തരും ജീവിതത്തിൽ പാലിക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നതാണ് കർത്തവ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിന് വലിയ വിഘാതമായിരുന്ന 370ാം വകുപ്പ് റദ്ദാക്കിയത് NDA സർക്കാരാണ്. 1996 അധികാരത്തിലെത്തിയിട്ടും ഭരണഘടനയെ ബഹുമാനിക്കുന്നതിനാലാണ് കുതിര കച്ചവടത്തിന് തയ്യാറാകാതിരുന്നത്. 1999 വാജ്പേയി സർക്കാർ അത് തന്നെ പാലിച്ചു. അട്ടിമറിക്ക് തയ്യാറാകാതെ ഒരു വോട്ടിന് പരാജയപ്പെടാനാണ് വാജ്പേയി തീരുമാനിച്ചത്. BJP അധികാരത്തിലിരുന്നപ്പോൾ ഭരണഘടനാ ഭേദഗതി നടപ്പാക്കിയത് രാജ്യത്തിന്റെ ഏകതയ്ക്കു വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനു വേണ്ടിയായിരുന്നു എന്നും നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. OBC കമ്മീഷന് ഭരണഘടനാ പദവി നൽകാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകാനും വനിതകൾക്ക് 1/3 സംവരണം നൽകാനുമുള്ള ഭേദഗതിയൊക്കെയായിരുന്നു അത്. ഒരു രാഷ്ട്രം ഒരു നികുതി എന്നത് നടപ്പാക്കിയ സർക്കാരാണിത്. രാജ്യത്തെവിടെ നിന്നും റേഷൻ ധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഒരു രാഷ്ട്രം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പാക്കി. ആയുഷ്മാൻ ഭാരത് യോജന വഴി ഒരു രാഷ്ട്രം ഒരു ആരോഗ്യ കാർഡ് നടപ്പാക്കി. എവിടെയും ചികിത്സ ലഭ്യമാക്കി. എല്ലാ സംസ്ഥാനങ്ങൾക്കും വൈദ്യുതി കൃത്യമായി ലഭ്യമാക്കാൻ ഒരു രാഷ്ട്രം ഒരു വൈദ്യുതി ഗ്രിഡ് നടപ്പാക്കി. കാശ്മീരിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അടക്കം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിച്ചു. ഡിജിറ്റൽ വിപ്ലവം നടപ്പാക്കാൻ 11 ഗ്രാമങ്ങളിലും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ എത്തിച്ചു. മാതൃഭാഷയിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കി. തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്കു വേണ്ടി മോദി സർക്കാർ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഭാരതം ഉയരുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ വികസിത രാജ്യമാകും എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനായി 140 കോടി ഭാരതീയർ ഐക്യത്തോടെ മുന്നേറണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഐക്യത്തിന്റെ ആധാരമാണ് ഭരണഘടന. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഭാരതം. ഭരണഘടനയുടെ ശക്തി നാരീശക്തിയാണ്. ഭാരതത്തിന്റെ സംസ്കാരം ലോകത്തിന് മുഴുവനും മാതൃകയാണ്. നമ്മുടെ ഭരണഘടന പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്നും തുടങ്ങിയ ഒട്ടനവധി ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന, ദേശീയ താല്പര്യത്തിന് മുൻതൂക്കം നൽകുന്ന പ്രമേയങ്ങളായിരുന്നു നരേന്ദ്രമോദി അവതരിപ്പിച്ചതെല്ലാം. അഹങ്കാരിയായ ഒരു വ്യക്തി മന്ത്രിസഭാ തീരുമാനം കീറിയെറിഞ്ഞത് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രിയുടെ പരോക്ഷമായ പരാമർശമായിരുന്നു അത്. നെഹ്റു അടക്കം
ഗാന്ധി കുടുംബം ഈ ഭാരതത്തോട് ചെയ്ത ഒട്ടനവധി വസ്തുതകൾ അക്കമിട്ട് നിരത്തുകയാണ് നരേന്ദ്രമോദി. മന്ത്രിസഭാ തീരുമാനം കീറിയെറിഞ്ഞു. ഭരണഘടനയിന്മേൽ അതിനെ സംബന്ധിച്ച് നടന്ന ഒരു ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരോക്ഷമായ പരാമർശവുമായി മോദി രംഗപ്രവേശം ചെയ്യുന്നത്. കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് അടിയന്തരാവസ്ഥ എടുത്തു കാട്ടുകയായിരുന്നു മോദിയുടെ മറുപടി. ഗാന്ധി കുടുംബത്തെ കടന്നാക്രമിച്ചിട്ടുള്ള മോദിയുടെ പ്രസംഗത്തിനിടയിൽ പ്രതിപക്ഷം ശക്തമായി ബഹളമുണ്ടാക്കി. സോണിയാഗാന്ധിക്ക് നേരെയും മോദി വിമർശനം ഉന്നയിച്ചു. പ്രധാനമന്ത്രിയുടെ മുകളിലായിരുന്നു ഒരു കുടുംബാംഗത്തിന്റെ പദവി എന്ന് മോദി ആരോപിച്ചു. കോൺഗ്രസ് ഭരണകാലത്ത് ജനാധിപത്യത്തിനേറ്റ് കറുത്ത പാടാണ് അടിയന്തരാവസ്ഥയെന്നും ആ പാപത്തിൽ നിന്ന് കോൺഗ്രസിന് മോചനമില്ലെന്നും മോദി വിമർശിച്ചു. സ്വന്തം നേട്ടത്തിനു വേണ്ടി നെഹ്റു ഭരണഘടനയെ അട്ടിമറിച്ചു. നെഹ്റുവിന്റെ നീക്കങ്ങളെ അന്നത്തെ രാഷ്ട്രപതിക്ക് എതിർക്കേണ്ടി വന്നു. അങ്ങനെ പല കാലങ്ങളിലായി ആ കൃത്യം ആവർത്തിച്ചു പോന്നു. ആദ്യം പാപം നെഹ്റു ചെയ്തു, പിന്നീട് ഇന്ദിര അത് തുടർന്നു പോയി. 1971 ഇന്ദിരാഗാന്ധിയും ആ പാപം തുടർന്നു. കോടതികളുടെ അധികാരം ഇന്ദിര കവർന്നെടുത്തു. സ്വന്തം കസേര സംരക്ഷിക്കുന്നതിന് വേണ്ടി 60 വർഷത്തിനിടയിൽ 75 തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അട്ടിമറിച്ചത്. അടിയന്തരാവസ്ഥയിൽ ആയിരങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു. മാധ്യമ സ്വാതന്ത്ര്യം കവർന്നെടുത്തു. അയോഗ്യരാക്കിയ ജഡ്ജിയെ ഇന്ദിര വെറുതെ വിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ ദുരന്തം അനുഭവിച്ച പല കക്ഷികളും ഈ സഭയിലുണ്ടെന്ന് മോദി ഓർമ്മിപ്പിച്ചു. ഷാബാനു കേസിൽ രാജീവ് ഗാന്ധി സുപ്രീം കോടതി വിധി അട്ടിമറിച്ചു. വോട്ട് ബാങ്കിനു വേണ്ടി ഷാബാനുവിന് നീതി നിഷേധിച്ചു. വിധ്വംസക ശക്തികളുമായി രാജീവ് ഗാന്ധി ചേർന്നു. 60 വർഷത്തിനിടയിൽ 75 തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചത് എന്ന് മോദി ആവർത്തിച്ചു. ഭരണഘടനയിൽ ലോക്സഭയിൽ നടന്ന ചർച്ച അഭിമാനകരമാണ്. ഭാരതീയ സംസ്കാരം ലോകത്തിന് മാതൃകയാണ്. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ്. ഈ 75 വർഷം അസാധാരണമായിരുന്നു. ഭരണഘടനാ ശില്പികളെ സ്മരിച്ച പ്രധാനമന്ത്രി വനിതാ ശാക്തീകരണത്തിന് ഭരണഘടന അടിത്തറയാണെന്നും ഭരണഘടനാ നിർമ്മാണത്തിന് സ്ത്രീകൾ പ്രധാന പങ്ക് വഹിച്ചെന്നും ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ ജനാധിപത്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാണ്. 75 വർഷത്തെ യാത്ര ചെറുതല്ല. തുടക്കം മുതൽ വനിതകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യമാണ് ഇന്ത്യ. G20 ഉച്ചകോടിയിൽ പോലും വനിതാ ശാക്തീകരണം പ്രധാന ചർച്ചയായി മാറി. ഈ പശ്ചാത്തലത്തിലാണ് വനിതാ സംവരണ ബില്ല് കൊണ്ടുവരാൻ പ്രേരണ വരെ ഉണ്ടായത്. ലോക്സഭയിൽ വനിതാ പ്രാതിനിധ്യം കൂടി. നാരീശക്തിയാണ് ഭരണഘടനയുടെ ശക്തി. ഏകത്വമാണ് ഈ ഭരണഘടനയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നന്ദി.